ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും യഹോവ
ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് അനുഗമിക്കേണ്ടത്? എങ്ങനെയാണ് അവൻ ക്രിസ്ത്യാനിയായി തുടങ്ങേണ്ടത്? അവനെ ദൈവം അംഗീകരിക്കണമെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയായി അവൻ തുടർന്ന് ജീവിക്കണമെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ചവനായിരിക്കണം, തൻ്റെ ക്രൂശെടുത്തവനായിരിക്കണം. മഹത്തായ ആശയങ്ങൾ നമുക്കവിടെ കാണാം. എന്നാൽ ദൈവമക്കളെ, നാം അതിന് തയ്യാറാകുമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. സാക്ഷാത്തായ മാതൃക. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? അവൻ തന്നെ ത്യജിച്ചവനാണ്, അവൻ ക്രൂശ് എടുത്തവനാണ്, അവൻ ലോകത്തെ സ്നേഹിക്കാത്തവനാണ്. ലോകത്തെ സ്നേഹിക്കാത്തതുകൊണ്ട് ലോകം അവനെ പകയ്ക്കും, അവൻ ഒറ്റപ്പെടും. സത്യമാണ്, അവർ മനുഷ്യനേക്കാൾ കൂടുതൽ ദൈവത്തിനെ അറിയാം. എന്നാൽ ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് മാതൃക കാണിച്ചു. അതാണ് കർത്താവ് പറഞ്ഞ യോഹന്നാൻ 14:10, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. പിതാവായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണോ അത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവ് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാകുന്നു. സ്തോത്രം. ഇതാണ് സാക്ഷാൽ ക്രിസ്ത്യാനി. അവൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു അവനിലാണ്. ഈ തത്വം അറിയാവുന്ന എത്ര പേരുണ്ട്? ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഒരരുതാത്ത ചിന്തയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടുമോ? ഇനി കരുതാത്തിടത്തേക്ക് നോക്കാൻ പറ്റുമോ? എൻ്റെ അസൂയ വരാൻ പറ്റുമോ? മറ്റുള്ളവരെ സ്നേഹിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും മനസ്സിലേക്ക് വരുമോ? വരില്ല പ്രിയപ്പെട്ടവർ. ദൈവിക സാന്നിധ്യം കുറയുമ്പോൾ, ശത്രുവിൻ്റെ സ്വാധീനമോട് വരുമ്പോൾ അവിടെയാണ് തകരാറ്. അവിടെയാണ് ശത്രുവിൻ്റെതായ പ്രകൃതങ്ങൾ നമ്മിലേക്ക് വരുന്നത്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും പറഞ്ഞു, യോഹന്നാൻ 14:20 പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഒരു വിശ്വാസിയുടെ പദവി എന്താണ്? ഈ ഭൂമിയിൽ മ്ലേച്ഛത നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ സാക്ഷാൽ സ്ഥിതി എന്താണ്? കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും, അനുഭവിക്കും. എത്രയോ പരമസത്യമാണ്. എന്നാൽ ഇന്ന് അനുഭവിക്കുന്നവർ എത്രയുണ്ട് പ്രിയപ്പെട്ടവർ? 100-1 1 ശതമാനമുണ്ടോ? ഇല്ല, ഇല്ല. സാക്ഷാത്തായ അനുഭവം പ്രാപിച്ചാൽ പിന്നെ ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണും. പാപത്തെ നാം വെറുത്തു പോവും. പാപത്തെ സ്നേഹിക്കാൻ ഒക്കുകയില്ല. അവനാകെ സ്നേഹം ക്രിസ്തുവിനോടായിരിക്കും. ദൈവ സ്നേഹത്താൽ നിറഞ്ഞവനായി അവൻ ലോകത്തെ മുഴുവൻ സ്നേഹിക്കും. സ്തോത്രം. സത്യമതാണ്. അതിനാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥവും. കർത്താവിനിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിതാവും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും. അപ്പോൾ പുത്രൻ എന്നിൽ വസിക്കുമ്പോൾ എന്നിൽ ആരെല്ലാം ഉണ്ട്? പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. സ്തോത്രം. ഒരു ക്രിസ്ത്യാനി ആരാണ്? അവനിൽ തൃത്വം വസിക്കുന്നു. അവനാണ് സ്വർഗം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ അതാ ചോദിച്ചു, നിങ്ങൾ മദ്യപിക്കുമോ? ഞാൻ പറഞ്ഞ മദ്യപിക്കില്ല. നിങ്ങളൊക്കെ തന്നെയാണ് ഈ ഭൂമി നരകം ഉണ്ടാക്കുന്നത്. അയ്യോ, എന്താ, ഞാനൊരു ദോഷം ചെയ്യാറില്ലല്ലോ. അല്ലല്ല, ഈ കൊച്ചു കേരളത്തിലത്തെ 10,000-കണക്കിന് കുടുംബങ്ങൾ കള്ളിയെത്തി ജീവിക്കുന്നുണ്ട്. അവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ വീടുകളിൽ നരകമുണ്ടാക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരാണ്. നിങ്ങളെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്, വെടിവെച്ച് കൊല്ലണം. സമൂഹം അത് പറയും. മദ്യപിക്കാത്തത് തെറ്റ്,
നിങ്ങളാണ് ഈ സമൂഹത്തിൽ നരകമുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറയാം, പറഞ്ഞോട്ട്, എതിർക്കാൻ പോണില്ല. പക്ഷേ അവരോടും സ്നേഹം. എൻ്റെ ദൈവമേ, ഈ സത്യം അറിഞ്ഞില്ലല്ലോ, അവിടെ ഉൾക്കണുകൾ തുറന്നിട്ടില്ലല്ലോ. ഞാനൊരു പട്ടണത്തിൽ ഒരിക്കൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, ജോലിസ്ഥലത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ, തെരുവ് ബാലൻ 6-7 വയസ്സ് കാണും, കീറിയ നിക്കറുമിട്ട് മൂർച്ഛിച്ച ശരീരവുമായി ആ ടൗണിലൂടെ നടക്കുന്ന താഴോട്ട് നോക്കി നടക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അവൻ ആരോ കത്തിച്ചിട്ടായൊരു തീപ്പട്ടിക്കൊള്ളി, കത്തിച്ച ഒരു തീപ്പട്ടിക്കൊള്ളി കയ്യിലെടുത്തു. അവനത് ചെവിയിലിട്ട് തിരിച്ചിട്ട് നാക്കെ വെച്ച് തിന്നുന്നു. തെരുവ് ബാലൻ. ഇപ്പോഴേ മനസ്സിലായി, മയക്കുമരുന്ന് ഉപയോഗിച്ച് പഠിച്ച ബാലനാ. പൈസയില്ല, മേടിക്കാൻ പൈസയില്ല. കണ്ട മറുവഴി ഇതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓനുമായി ഇടവന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ഒരു പയ്യനെ അതിന് മുമ്പ് കണ്ടിട്ടില്ല. വെറും തെരുവ് ബാലനാണ്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ, സുബോധം കൊടുക്കണമേ. നല്ലൊരു കൊച്ചൻ. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ സ്നേഹമുണ്ടോ, അസ്നേഹം വ്യാപരിക്കും. അകത്തെന്തുണ്ടോ അത് പുറത്തേക്ക് വരും. ക്രിസ്ത്യാനി, നിന്റെ അകത്തുനിന്ന് സ്നേഹമാണോ വ്യാപരിക്കുന്നത്? നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഈ സ്നേഹമാണോ? നിന്നിൽ നിന്ന് ആത്മാവിൻ്റെ ഫലമാണോ പുറപ്പെടുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇതൊക്കെയാണോ നിനക്കുള്ളത്? ലോകത്തിന് കിട്ടിയിരിക്കും, സമൂഹം അതനുഭവിച്ചിരിക്കും. കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കൊടുക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ 34 വയസ്സ് പ്രായമുണ്ട് എനിക്ക് ജോലിയുണ്ട്. തിരക്കേറിയ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നാൽ എന്നെ കാണാൻ വീട്ടിലേക്കും ആൾക്കാർ വരും. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥനാ മുറി ഇവിടെ ഇല്ല. ഞാൻ എളുപ്പവഴി കണ്ടുപിടിച്ചു. എൻ്റെ വീട് ഒരു MC റോഡിലെ ഒരു മെയിൻ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്താണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഒരു ബസ് സ്റ്റോപ്പ്. ആളുകളൊക്കെ പലപ്പോഴും ഇവിടെ കാണും. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാമുറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ വാരക്കൽ ഒരു നല്ല തഴച്ചുകൊണ്ടിരുന്ന ഒരു ആത്തയുണ്ട്, ആത്തമരം. ഞാൻ പതുക്കെ ആരും കാണാതെ അതേ കയറും. ഇരിക്കാൻ സൗകര്യമുണ്ട്, ചാരി ഇരിക്കാൻ സൗകര്യമുണ്ട്, കാല് വയ്ക്കാൻ സൗകര്യമുണ്ട്. സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കാം. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഹൃദയം പകർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം. അവിടെ നിന്ന് ഞാൻ ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് താഴോട്ടിറങ്ങാനായിട്ട് ഒരുങ്ങുമ്പോൾ താഴെ ഒരു 5-8 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ, അടുത്ത വീട്ടിൽ ഒരു അക്രൈസ്തവനായ ഒരു മനുഷ്യൻ്റെ ഒരു കൊച്ചനാണ്. വീട്ടിലെ ആത്തമരത്തിൽ നല്ല മനോഹരമായ ഒരു ആത്തക്ക പച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു പച്ച നിറം കാണും. അത് പഴുത്ത് വരുമ്പോൾ നല്ല ചോര നിറമാവും. നല്ല ടേസ്റ്റാണ്. ആരുമില്ലല്ലോ. അവൻ കൈ പൊക്കി ഒരാത്തക്ക കൈ പറിച്ചു. നോക്കിയപ്പോൾ ഞാൻ താഴോട്ടിറങ്ങി വരിക. ഞാൻ കണ്ടതവന് മനസ്സിലായി. അവൻ ആ ആത്തക്കായും പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നു. എനിക്കവൻ്റെ വിഷമം മനസ്സിലായി. ഞാൻ താഴെ വന്നിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് വിശന്നിട്ടല്ലേ, നീ കൊണ്ടുപോയിക്കോ. നീ പറിച്ചു. അവൻ ആശ്വാസത്തോടെ കൊണ്ടൊക്കെ പോവുകയും ചെയ്തു. നിസ്സാരകാരി. ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ആ വീടിൻ്റെ വാരൊക്കെ നിൽക്കുമ്പോൾ ഒരു യുവാവ് വന്ന് എൻ്റെ മുമ്പ് കൈകൂപ്പിക്കൊണ്ട് വന്നു. എന്നെ മനസ്സിലായോ? ഇല്ല സാറേ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഇന്നാരുടെ മോനാ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാത്തക്ക പറിച്ചപ്പോൾ ഞാൻ ഭയന്നു പോയി. എൻ്റെ അപ്പൻ എന്നെ അന്ന് തല്ലി കൊല്ലുമെന്ന് ഞാൻ ഓർന്നു. പക്ഷെ സാറ് മോനെ നീ തിന്നോ എന്ന് പറഞ്ഞ് എനിക്ക് വലിയ ആശ്വാസമായിപ്പോയി. നന്ദിയുണ്ട് സാറ്. 25 വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം കൊടുക്കാൻ നിനക്ക് മനസ്സാണോ? ഈ തലമുറയിൽ ഈ സ്നേഹം പകരാൻ നിനക്ക് മനസ്സാണോ? കൃപ കർത്താവ് തരും, ശക്തി കർത്താവ് നിനക്ക് തരും. സ്നേഹം, ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, ആത്മാവിൻ്റെ വരമായ സ്നേഹം. ഈ സ്നേഹം നില വ്യാപരിക്കും. യോഹന്നാൻ സുവിശേഷം 14-20 വാക്യത്തിൽ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. ഞാൻ പിതാവായ ദൈവത്തിലാണ് ഇരിക്കുന്നത്,
നിങ്ങൾ എന്നിലാണിരിക്കുന്നത്, തീർന്നില്ല, ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ എന്നറിയും. ഞാൻ നിങ്ങളിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പിതാവായ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരെല്ലാം ഉണ്ട്? പിതാവും പുത്രനും ഉണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എത്ര വ്യക്തമാണ്! ഇതിനകത്ത് വള്ളി പുള്ളി മാറ്റാൻ പറ്റുമോ? വചനത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ പാടില്ല. കൃത്യമായ ദൈവത്തിൻ്റെ വചനം ഇതൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാമോ? ഇതൊന്നും ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാമോ? ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കാമോ? തത്വം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി, ജീവൻ പകർന്നു കൊടുക്കുന്നവരായി, ജീവജല ഉറവയിൽ നിന്ന് കുടിപ്പിക്കുന്നവരായി, അനേകരെ ദൈവത്തെങ്കിലേക്ക് വഴി നടത്തുന്നവരായി അവരെ ചുമക്കണം. പ്രിയപ്പെട്ടവരെ, അവരെ ചുമന്നുകൊണ്ട് പോകണം, ദൈവത്തിലേക്ക് ചെല്ലണം. മനസ്സാണോ? സ്വീകരിക്കണം കർത്താവ്. കർത്താവ് ആരാണ് നല്ല അയൽക്കാരൻ? ദൈവസ്നേഹമുള്ളത് അയൽക്കാരൻ ആരാണ്? ഒരു പരീക്ഷ ചോദിച്ചതാ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ യെരൂശലേമിൽ യെരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ പിടിച്ചു, കൊള്ളയടിച്ചു, അവൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞു, അവനെ അടിച്ചു, മുറിവേൽപ്പിച്ചു. അർത്ഥപ്രാണനായവൻ നടു റോഡിൽ കിടക്കുന്നു. അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി കള്ളന്മാര്. പിന്നാലെ പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് വഴിമാറി കടന്നുപോയി. അതിൻ്റെ പുറകെ ഒരു ലേവ്യൻ വന്നു, അവനും വഴിമാറി കടന്നുപോയി. അതിൻ്റെ പുറകെ ഒരു ശമരിയാക്കാരൻ വന്നു. യഹൂദന് സമ്പർക്കമില്ലാത്ത ശമരിയാക്കാരൻ, സെമി യഹൂദനായ ശമരിയാക്കാരൻ, യഹൂദൻ അംഗീകരിക്കാത്തതായ ശമരിയാക്കാരൻ തൻ്റെ വാഹനമുഖത്തിലെ യാത്ര ചെയ്ത് വരുമ്പോൾ അർത്ഥപ്രാണനായി കിടക്കുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അവൻ വാഹനമുഖത്ത് നിന്ന് താഴെ ഇറങ്ങി, അവൻ്റെ അരികിൽ പോയി മൂട്ടുകുത്തി, അവനെ പരിശോധിച്ചു. അർത്ഥപ്രാണനാണ്, മരിച്ചിട്ടില്ല. തൻ്റെ കയ്യിലുള്ളതായ വീഞ്ഞ് കുപ്പി തുറന്ന് അവൻ്റെ വായിലേക്ക് വീഞ്ഞൊഴിച്ചു കൊടുത്തു. അവൻ്റെ മുറിവുകൾ മുഴുവനും ചോര ഒഴുകി. അവന് അർത്ഥപ്രാണനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ്റെ മുറിവുകളെ കഴുകി അവിടെ എണ്ണ പുരട്ടി അവനെ ആശ്വസിപ്പിച്ചു. അവനെ തൻ്റെ വാഹനമൃഗത്തിന്മേൽ കയറ്റി ശമരിയക്കാരൻ നടന്നു. അടുത്ത വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു. 2 വെള്ളിക്കാശ് കൊടുത്തു. പിന്നെ ശുശ്രൂഷിക്കണം. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം. സ്തോത്രം. കർത്താവ് യേശു പറഞ്ഞു, അവനെത്രേ നല്ല അയൽക്കാരൻ. ക്രിസ്ത്യാനിയാകാമോ? ക്രിസ്തുവിന് സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി തലമുറയിൽ നിൽക്കാമോ? തന്നെ ത്യജിക്കാമോ? ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങളെന്നറിയും. ഈ അനുഭവമാണ് ഒരു വിശ്വാസിയെ നടത്തേണ്ടത്. ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും അവനറിയാം സ്വർഗത്തിൻ്റെ അധിപതി എൻ്റെ അകത്തുണ്ട്. നിമിഷം അവൻ്റെ ആജ്ഞകൾ കിട്ടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, 30 വയസ്സുള്ള ഒരു മനുഷ്യൻ കർത്താവിനെ പ്രാപിച്ചു, ദൈവസന്നിധിയിൽ നടക്കാൻ തുടങ്ങി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്! ചെറുതും വലുതുമായ എത്രയോ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. അവൻ എങ്ങനെ അതിനെ നേരിടും? ദൈവസന്നിധിയിലേക്ക് കൊടുക്കും. ഓരോന്നിനും കൃത്യമായ ഡയറക്ഷൻ കിട്ടും. വളരെ ചെറുതും നിസ്സാരമെന്ന് തോന്നുന്നതുമായ കാര്യങ്ങൾക്ക് പോലും ഉത്തരം തരും. ദൈവഹിതം അവനറിയും. ദൈവഹിതപ്രകാരം അവൻ ഓരോ ചൂടുകളും വയ്ക്കും. എന്തൊരു പ്രാഗൽഭ്യമാണത്! എന്തൊരു സന്തോഷമാണത്! എന്തോ ഒരു സുഖജീവിതമാണത്! അവന് കിടന്നാൽ. സ്തോത്രം. വെറുതെ പറയുന്നൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഈ സൗഭാഗ്യകരമായ അനുഭവം, ഭയമില്ലാത്ത ജീവിതം, സന്തോഷമുള്ള ജീവിതം, കരുത്തനായവൻ്റെ കരമെന്നിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടെയുള്ള ജീവിതം, എവിടെ കിടന്നാലെന്താ, ഏത് അർദ്ധരാത്രി എതിരെ പോയാലെന്താ, കയ്യിൽ ഈ ലോകത്തിന് വെളിച്ചമില്ലെങ്കിൽ എന്താ, ലോകത്തിന് വെളിച്ചമായവൻ അകത്തുണ്ട്. സ്തോത്രം. അവൻ വഴി പറഞ്ഞ് നടത്തിത്തരും. ദൈവത്തിന് സ്തോത്രം.
ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങളെന്നറിയും. അത് അനുഭവിക്കണ്ടേ പ്രിയപ്പെട്ടവർ? ഞാൻ അനുഭവിക്കാതെ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനൊക്കുമോ? എൻ്റെ മക്കൾക്ക് കൊടുക്കാനൊക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കുമോ? അതറിഞ്ഞാൽ ലോകം അതറിഞ്ഞിരിക്കും. നീ അനുഭവിച്ചാൽ ലോകം കണ്ടിരിക്കും, അറിഞ്ഞിരിക്കും, ഉറപ്പ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയും, എൻ്റെ വചനമനുസരിക്കുന്നവരെ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എൻ്റെ വചനമനുസരിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്ന, ഈ തലമുറയിൽ എനിക്കായി ജീവിതം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പിതാവായ ദൈവത്തോട് ചോദിക്കും. എൻ്റെ ഇഷ്ടപ്രകാരം, ഞാൻ ചോദിച്ച പ്രകാരം, എൻ്റെ അപേക്ഷ പ്രകാരം പിതാവായ ദൈവം സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സ്തോത്രം. അവൻ കാര്യസ്ഥനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ ഉപദേശകനാണ്. സ്തോത്രം. അവൻ കൈപിടിച്ച് വഴി നടത്തുന്നവനാണ്, എന്നേക്കും കൂടെ ഇരിക്കുന്നവനാണ്. ആപത്ത് കാലത്തും സന്തോഷകാലത്തും രാത്രിയിലും പകലിലും ഏത് സമയത്തും കൂടെ ഇരിക്കുന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാൻ ദൈവം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഞരങ്ങുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ അപേക്ഷിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം. ഈ ദൈവത്തെ എത്ര പേർക്കറിയാം? എന്നേക്കുമാണ്, വിട്ടുപിരിയാതെ. സ്തോത്രം. ഒന്നെനിക്കറിയാം, ആ ആത്മാവ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അല്ല ജീവനോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവൻ രൂപാന്തരപ്പെടുമ്പോൾ, അവനെ കൊണ്ടുപോയി മധ്യാകാശത്തിൽ കർത്താവായ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നവരെയും പരിശുദ്ധാത്മാവ് കൂടെ കാണും. അവൻ വിട്ടുമാറാത്ത വിശ്വസ്തനാണ്. ഭാര്യ മാറിപ്പോയി എന്ന് വരും, ഭർത്താവ് മാറിപ്പോയെന്ന് വരും, ഡിവോഴ്സുകൾ ഉണ്ടായി എന്ന് വരും. കർത്താവ് മാറില്ല, പരിശുദ്ധാത്മാവ് മാറില്ല. അവൻ എന്നേക്കും കൂടെയിരിക്കുന്ന വിശ്വസ്തനായ കാര്യസ്ഥൻ. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അവനെല്ലാം അറിയാമെങ്കിൽ ഞാൻ പിന്നെ വല്ലതും അറിയണോ? ഞാൻ എൻ്റെ തലയ്ക്കകത്തെല്ലാം കൊണ്ടു നടക്കണോ? വേണ്ട. ഓരോ നിമിഷവും എനിക്ക് വേണ്ടത് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഇത്ര മനോഹരമായ ജീവിതം, പഞ്ഞി പോലെ പറക്കുന്ന ജീവിതം, ഒരു ഭാരവുമില്ലാത്ത ജീവിതം. അക്ഷരികമായും സത്യമാണ് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ഭാരമുള്ളതല്ല, അത് വളരെ മനോഹരമാണ്. ആ ജീവിതം നിങ്ങൾക്ക് വേണ്ടേ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നിനക്ക് സൗന്ദര്യമുണ്ടോ എന്നല്ല ദൈവം നോക്കുന്നത്, നീ ഇവിടുത്തെ രക്ഷപ്രഭുവാണോ എന്നല്ല ദൈവം നോക്കുന്നത്, നിനക്ക് ഡിഗ്രി ഉണ്ടോ, PG ഉണ്ടോ, ഉദ്യോഗമുണ്ടോ, വലിപ്പമുണ്ടോ, സ്ഥാനമാനമുണ്ടോ, എല്ലാവരും നിന്നെ ബഹുമാനം, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ. സ്തോത്രം. അത് യാചകനും സ്നേഹിക്കാം. ലാസറോ സ്നേഹിച്ചു, ധനവാന്റെ പഠിപ്പിനൊക്കെ ലാസറവനെ സ്നേഹിച്ചു. സ്തോത്രം. സ്നേഹിക്കാമോ? അതാ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ വചനം പ്രമാണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, വചനമനുസരിച്ച് ജീവിക്കുന്നുള്ളൊരു തെളിവ് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതിന് വേറെ ലേബലൊന്നും ഒട്ടിക്കണ്ട, അതിന് വേറെ ആരോടും പറഞ്ഞു കിടക്കുകയൊന്നും വേണ്ട, പെരുന്നാളേറ്റെടുത്തുകയൊന്നും വേണ്ട. സ്തോത്രം. ഭക്തിയുടെ വേറെ വേഷം കെട്ടുകളൊന്നും വേണ്ട, പുണ്യസ്ഥല സന്ദർശനവും വേണ്ട. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഒറ്റക്കൊരു യോഗ്യത, എന്നെ സ്നേഹിക്കുക, വചനം പ്രമാണിക്കുക. ദൈവം ഇതിലേ സാധിക്കുമോ? ഈ തലമുറയിൽ സാധിക്കുമോ? നീ കൊട്ടാരത്തിലാകട്ടെ, കുടിലാകട്ടെ, നീ കിടന്നിറങ്ങുന്ന മെത്തയിലാകട്ടെ, കടത്തിടലാകട്ടെ. പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാജഭരണകാലത്ത് രാജാവ് തൻ്റെ ഏറ്റവും നല്ല ഉപദേശകനായ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, എനിക്ക് പൂർണ്ണ സന്തോഷം കിട്ടുന്നു, ഞാൻ എന്നാ ചെയ്യേണ്ടത്? നീ പറഞ്ഞാൽ മതി. ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, രാജാവേ, പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഷർട്ട് വാങ്ങിച്ച് ഒറ്റ ദിവസം ഇട്ടാൽ മതി, അതേ സന്തോഷം കിട്ടും. അതിനെന്താ വിഷമം? ഉണ്ട കാര്യസ്ഥനെ വിളിച്ചു, എടാ നീ രാജ്യത്ത് മുഴുവൻ അന്വേഷിച്ചു,
പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്ന ഒരാളിനെ കണ്ടുപിടിച്ച് അവൻ്റെ ഒരു ഷർട്ട് പിടിച്ചുകൊണ്ട് അവന് പിറ്റേ ദിവസം അതുകൊണ്ട് കൊടുക്കാൻ തിരിച്ചു കൊടുക്കുമ്പോൾ 100 വെള്ളിക്കാശ് അവന് കൊടുത്തേരെ. കാര്യസ്ഥൻ അന്വേഷിച്ച് കിടന്നു. ഇങ്ങനെ നടക്കുമ്പോൾ വഴിയരിൽ ഒരാൾ ഇത് കരയുന്നു. നീ ഇതിനാ കരയുന്നത്? എൻ്റെ ഭാര്യ മരിച്ചുപോയി. എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും മുന്നോട്ട് കിടന്നു. കുറേ അങ്ങനെ നമ്മൾ വേറെ ഇതിനോട് ഇരുന്ന് കരയും. നീ ഇതിനാ കരയുന്നത്? എൻ്റെ ഭാര്യ മരിച്ചു പോകത്തില്ല ഞാൻ കരയുന്നത്. ഓരോ മനുഷ്യൻ്റെ കരച്ചിലേ ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെയും കാര്യസ്ഥൻ നടന്ന് ഒരു ആൽച്ചുവട്ട് ചെന്നപ്പോൾ ഒരാളിങ്ങനെ മറഞ്ഞു തിരിയുന്നു. നല്ല സന്തോഷമുള്ള മുഖം. അവനങ്ങനെ ഉരുണ്ട് മറിയുകയാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ. അതേ പിടിച്ചു നിർത്തി. നീ എന്താ ഇങ്ങനെ ഉരുളുന്നത്? സന്തോഷം കൊണ്ടാ? എത്ര സന്തോഷമോ? അതോ എനിക്ക് നല്ല സന്തോഷമാണ്. ഞാൻ നിന്നെ തേടിയാവും. നിന്നെ എഴുന്നേറ്റിരുന്ന് ഞാൻ രാജാവ് പറഞ്ഞിട്ട് വന്നതാ. എന്താണ്? അതേ, എനിക്ക് നിൻ്റെ ഒരു ഷർട്ട് വേണം, നാളെ കൊണ്ട് തരാം. 100 വെള്ളിക്കാശ് നിനക്ക് പ്രതിഫലം തന്നേക്കാം. അല്ല, എൻ്റെ ഷർട്ടില്ല. അല്ല, ഞാൻ വീട്ടിൽ വരാം, ഞാൻ നിൻ്റെ കൂടെ വീട്ടോട്ട് വരാം, വീട്ടിൽ വന്നിട്ട് എടുത്തു തന്നാൽ മതി. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് ഷർട്ടേ ഇല്ല, എനിക്ക് ഷർട്ടേ ഇല്ല. പൂർണ്ണ സന്തോഷമുള്ള ആ മനുഷ്യന് ഷർട്ടേ ഇല്ല. 100 വെള്ളിക്കാശ് കൊടുക്കാനൊക്കെ ഓഫറൊക്കെ കിട്ടി. സഹോദര, ഈ ലോകം പല ഓഫറുകൾ തരും. ശത്രുതനൊക്കെ പലതും വെച്ച് നീട്ടും. നല്ലത്, സൗന്ദര്യമുള്ളത്, തികവുള്ളത് എന്നെല്ലാം, ലഹരിയുള്ളത് എന്നെല്ലാം പറഞ്ഞ് പലതും വെച്ച് നീട്ടും. കാല് പതറുമോ? കണ്ണിടറുമോ? ലക്ഷ്യം മാറുമോ? സ്വപ്നത്തിൽ പുറകോട്ട് പോകുമോ? ദൈവത്തോട് വാക്ക് പറയാമല്ലോ, അതുകൊണ്ടോ? സ്തോത്രം. കർത്താവായ യേശു വളരെ വ്യക്തമായി പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരെ വിളിച്ചെത്തിക്കൊണ്ട് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. യോഹന്നാൻ 15:4, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. സ്തോത്രം. എത്ര ലളിതമാണ് പ്രിയപ്പെട്ടവര്. ഞാൻ മലയാറ്റൂർ മല കയറണോ? ഞാൻ തടിക്കുരിശ് ചുമക്കണോ? വേണ്ടല്ലോ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹൃദയം ദൈവത്തിന് കൊടുക്കാമോ? ഹൃദയം ദൈവത്തിന് കൊടുക്കാമോ? നിന്റെ ഹൃദയം ആർക്കും വേണ്ട, നിന്റെ ഭാര്യയ്ക്കും വേണ്ട, നിന്റെ മക്കൾക്കും വേണ്ട, ഈ ലോകത്തിൽ ആർക്കും വേണ്ട. നിനക്ക് ശരീരവും ജീവനും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് ജീവിക്കാം. ഈ ലോകത്തിലെ അപ്പവും കിട്ടും, വെള്ളവും കിട്ടും, നിനക്ക് ഉപജീവന മാർഗങ്ങളും കിട്ടും, എല്ലാം കിട്ടും. ഹൃദയം ദൈവത്തിന് കൊടുക്കാമോ? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വിശ്വസിക്കാമോ? ഞാൻ പറഞ്ഞതല്ല, വസിക്കേണ്ടവൻ പറഞ്ഞതാ. വസിക്കാമെന്ന് വാക്ക് പറഞ്ഞു, എൻ്റെ വാക്ക് മാറാത്ത വാക്കുകൾ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 15:5 പറയും, ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയുമില്ല. ഒരുവൻ എന്നിലും ഞാൻ അവരിലും വസിച്ചാൽ അവരിൽ ഫലം കായ്ക്കും. ഏത് ഫലം? ആത്മാവിൻ്റെ ഫലം. ഞാൻ വിശദീകരിക്കുന്നില്ല. ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്കറിയാം. അത് കായ്ക്കാൻ ഞാൻ മറക്കണ്ടു? അയ്യോ, അതിനുവേണ്ടി എന്തെല്ലാം അധ്വാനമാണ് ചെയ്യുന്നത്. പെരുന്നാളിന് പള്ളിയിൽ മുറ്റത്തൂടെ ഉരുളുന്നവരുണ്ട്. പരിഹാരമല്ല, പെരുന്നാളിൽ നടന്നവരുണ്ട്. എന്തെല്ലാം കോപ്രാന്തങ്ങൾ. ഒന്നും ചെയ്യരുതെന്നല്ല, ചെയ്തോ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. മനസ്സുണ്ടോ? ഹൃദയം ദൈവത്തെങ്കിൽ ഏകാഗ്രമാക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതേ കർത്താവ് പറഞ്ഞ 8-ാം വാക്യത്തിൽ, യോഹന്നാൻ സുവിശേഷം 15-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ ഒന്നേ മാർഗമുള്ളൂ. നീ എത്ര ഭക്തിയുടെ വേഷം കെട്ടി ഏത് ദേവാലയത്തിൽ നടുക്ക് പോരുന്നുണ്ട്, ഏത് കൂട്ടായ്മയിലൂടെ പ്രാർത്ഥിച്ചാലും ദൈവനാമം മഹത്വപ്പെടുകയില്ല. ദൈവനാമം എപ്പോഴാണ് മഹത്വപ്പെടുന്നത്? നിങ്ങൾ ഫലം കായ്ക്കുന്നില്ല. ഏത് ഫലം? ആത്മാവിൻ്റെ ഫലം. സ്നേഹം പകരാമോ? സന്തോഷം കൊടുക്കാമോ? ദൈവസ്നേഹം മറ്റവർക്ക് പകർന്നു കൊടുക്കാമോ? മറ്റവർക്ക് വേണ്ടി എളിവിൽ നിൽക്കാമോ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഉള്ളം മരണവേദന പോലെ ഒരു ദുഃഖിതമായിരിക്കുന്നു. പിന്നെ ഞാൻ അല്പം മുമ്പോട്ട് എന്ന് കവിണ വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീക്കിക്കളയണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ. കർത്താവായ യേശു ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾ തന്നിലേക്ക് തന്നെ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ ഒഴുകുന്ന സമയത്ത് പ്രാണവേദനയിലായിക്കൊണ്ട് കർത്താവ് ഗെത്സമന തോട്ടത്തിൽ
മുട്ടിന്മേൽ വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എങ്കിലും പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. സ്തോത്രം. ഒരു ക്രിസ്ത്യാനി ആരാണ്? ക്രിസ്ത്യ ജീവിതം എങ്ങനെയാണ്? കർത്താവായ യേശു മാതൃക കാണിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ആ സമയത്തും കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. കർത്താവേ, ഞാനിന്ന് പട്ടിണി കിടക്കണമോ? നിൻ്റെ ഇഷ്ടം. ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കണമോ? നിൻ്റെ ഇഷ്ടം. മാറേണ്ടതാണെങ്കിൽ മാറ്റിത്തരും പ്രിയപ്പെട്ടവരെ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞവനായ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. അതിനാ ക്രൂശ് എടുത്തോടെ ഞാൻ അനുഗമിക്കുക. സ്തോത്രം. ഗലാത്യർ 5:24 പൗലോസ് പറയും, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമുക്ക് ക്രൂശിക്കാം. രാഗമോഹങ്ങളോടെ ജഡത്തെ ക്രൂശിക്കാം. പാപത്തോടെ യാത്ര പറയാം. ഗലാത്യർ 6:14 അപ്പോസ്തലൻ പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന് ക്രൂശിക്കപ്പെട്ടവരായി, ലോകത്തിന് മരിച്ചവരായി, ക്രിസ്തുവിനെ കൊള്ളാവുന്നവരായി, ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി ഈ തലവയിൽ നമുക്ക് ഓടാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.